അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കത്തിന് ഇറാന്റെ ഔദ്യോഗിക പ്രതികരണം ഒമാൻ വഴി അയച്ചതായി വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി വെളിപ്പെടുത്തി രംഗത്ത് വരികയുണ്ടായി. നിലവിലെ സാഹചര്യത്തെക്കുറിച്ചുള്ള ഇറാന്റെ വീക്ഷണങ്ങളും ട്രംപിന്റെ കത്തും വിശദീകരിച്ച് ഒരു കത്തിലൂടെയായിരുന്നു ഈ പ്രതികരണം കൂടുതലും അയച്ചതെന്നും IRNAക്ക് നൽകിയ അഭിമുഖത്തിൽ അരാഗ്ചി തുറന്നു പറയുകയും ചെയ്തു. നിലവിലെ സാഹചര്യത്തെക്കുറിച്ചുള്ള തങ്ങളുടെ കാഴ്ചപ്പാടുകളും മിസ്റ്റർ ട്രംപിന്റെ കത്തും പൂർണ്ണമായി വിശദീകരിച്ചും എതിർകക്ഷിയെ അറിയിച്ചിട്ടുള്ള ഒരു കത്ത് ഈ ഔദ്യോഗിക പ്രതികരണത്തിൽ ഉൾപ്പെടുന്നുവെന്ന് അഭിമുഖത്തിൽ അരാഗ്ചി പറഞ്ഞതായി ഇറാനിയൻ മാധ്യമമായ പ്രസ് TV റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പരമാവധി സമ്മർദ്ദത്തിലും സൈനിക ഭീഷണിയിലും അമേരിക്കയുമായി നേരിട്ടുള്ള ഒരു ചർച്ചകളിലും ഏർപ്പെടുന്നില്ല എന്നതാണ് ഇറാന്റെ നയമെന്നും അദ്ദേഹം ശക്തമായി തന്നെ പറയുകയുണ്ടായി. പക്ഷേ മുൻകാലങ്ങളിൽ നടന്ന അതേ രീതിയിൽ തന്നെ പരോക്ഷ ചർച്ചകൾ തുടരാമെന്നും അരാഗ്ചി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പരമാവധി സമ്മർദ്ദവും സൈനിക ഭീഷണിയും നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ നേരിട്ടുള്ള ചർച്ചകൾ നടത്തരുതെന്നാണ് തങ്ങളുടെ നയമെന്നും അദ്ദേഹം നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാർച്ച് ആദ്യം ഇറാൻ ഒരു കത്തയച്ചതായി ട്രംപ് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം തന്റെ പരമാവധി സമ്മർദ്ദ നയം പുനഃസ്ഥാപിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ട്രംപ് ഇറാനെതിരെ സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അമേരിക്കൻ ഭരണകൂടവുമായി ചർച്ചയ്ക്ക് തയ്യാറല്ലെന്നും ഇറാൻ പല പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ കൂടുതൽ സുതാര്യത സൃഷ്ടിക്കുന്നതിനായി തങ്ങളുടെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ച ചെയ്യാൻ ഇറാൻ ഇപ്പോഴും തയ്യാറായിട്ടുമില്ല. മാത്രമല്ല 3 യൂറോപ്യൻ രാജ്യങ്ങളുമായും മറ്റ് താൽപ്പര്യമുള്ള രാജ്യങ്ങളുമായും ഇതിനകം തന്നെ ചർച്ചകളും കൂടിയാലോചനകളും നടത്തി വരികയാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിനിടയിൽ പാലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും ഇസ്രയേലിന്റെ ബെൻ ഗുരിയൻ വിമാനത്താവളത്തിലും അധിനിവേശ പ്രദേശങ്ങളിലെ നിരവധി സൈനിക ലക്ഷ്യങ്ങൾക്കും നേരെ വിജയകരമായ ഒരു ഓപ്പറേഷൻ നടത്തിയതായി യമൻ സായുധ സേന നിലവിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മാർച്ച് 27-ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ യമനിലെ അൻസറുള്ള പ്രതിരോധ പ്രസ്ഥാനം ദുവൽ ഫിഗർ പാലസ്തീൻ 2 ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് യാഫയിലെ അധിനിവേശ പ്രദേശത്തെയും വിമാനത്താവളങ്ങളും ഇസ്രയേലി സൈനിക കേന്ദ്രങ്ങളും ആക്രമിച്ചതായിട്ടും പറയുന്നുണ്ട്. പ്രവർത്തനം വിജയകരമായി ലക്ഷ്യം കൈവരിച്ചതായും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. മാർച്ച് 27-ന് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം അൽ-ഖുസിലും അധിനിവേശ പ്രദേശങ്ങളുടെ മധ്യഭാഗത്തും വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങിയതായി ഇസ്രയേലിലെ മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തിരുന്നു. യമനിൽ നിന്ന് 2 ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായിട്ടാണ് അലാറങ്ങൾക്ക് കാരണമായതെന്നാണ് ഒരു ഇസ്രയേലി സൈനിക വക്താവ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്നാണ് ഇസ്രയേലി സൈന്യം കൂടുതലും അറിയിച്ചിട്ടുള്ളത്. ഗാസയിലെ പാലസ്തീനികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് യമൻ പ്രതിരോധ സംഘം ഇസ്രയേൽ അധിനിവേശ പ്രദേശങ്ങളിലേക്ക് ആവർത്തിച്ച് ഡ്രോണുകളും മിസൈലുകളും പല പ്രാവശ്യം പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉപരോധിക്കപ്പെട്ട ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന കാട്ടു സൈനിക നടപടി നിർത്തിയാൽ അത്തരം ആക്രമണങ്ങൾ അവസാനിപ്പിക്കുമെന്നാണ് യമൻ നിലവിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത്. യമന്റെ തലസ്ഥാനത്തിന്റെ തെക്ക് വടക്ക് കിഴക്കൻ മേഖലകളിൽ മാർച്ച് 26 വൈകുന്നേരം അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ കുറഞ്ഞത് 15 വ്യോമാക്രമണങ്ങളെങ്കിലും നടത്തുകയും ചെയ്തിരുന്നു. ഇതിൽ സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപവും വ്യോമാക്രമണം നടത്തുകയുണ്ടായി. മാർച്ച് 26-ന് രാവിലെ അമേരിക്കൻ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ സംഘം സദാ ഗവർണേറ്ററിലെ സഹർ ജില്ലയെ ലക്ഷ്യം വെക്കുന്നത് വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്തത്. അർദ്ധരാത്രിയിൽ ഈ പ്രദേശം ലക്ഷ്യമിട്ട് 2 ഡസൻ വ്യോമാക്രമണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. സാദയിലെ അൽ റസൂൽ അൽ അസം കാൻസർ ആശുപത്രിക്ക് നേരെ രാത്രിയിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും വ്യോമാക്രമണങ്ങൾ നടക്കുകയുണ്ടായി. അടുത്തടുത്ത ദിവസങ്ങൾക്കുള്ളിൽ ഓങ്കോളജി സെന്ററിന് നേരെ നടക്കുന്ന 2ാമത്തെ ആക്രമണം കൂടിയാണിത്. അതിന് മറുപടി നൽകാൻ യമൻ അധികം ഒന്നും കാത്തു നിൽക്കുകയോ ചെയ്തിട്ടില്ല. ചെങ്കടലിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി യമൻ സൈന്യം അമേരിക്കയ്ക്ക് മറുപടിയും നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം നിരവധി പാശ്ചാത്യ യുദ്ധക്കപ്പലുകളെ പ്രാദേശിക ജലാതിർത്തിയിൽ നിന്ന് പുറത്താക്കിയ തീവ്രമായ നാവിക ക്യാമ്പയിൻ യമൻ വീണ്ടും തുടരുകയാണ് ചെയ്തത്. നമ്മുടെ രാജ്യത്തിനെതിരായ അമേരിക്കൻ ആക്രമണത്തിന് മറുപടിയായി മിസൈൽ സേന, ആളില്ലാ വ്യോമസേന, നാവികസേന എന്നിവ അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ ട്രൂമാന്റെ നേതൃത്വത്തിൽ ചെങ്കടലിൽ ശത്രു യുദ്ധക്കപ്പലുകളെ ലക്ഷ്യമിട്ട് സംയുക്ത സൈനിക നടപടി നടത്തിയെന്ന് യമൻ സേന അറിയിക്കുകയും ചെയ്തിരുന്നു.